നിർത്തുന്നേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഭാഗം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വളരെ 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 ഗംഭീരമായി താങ്കൾ വാദിച്ചു. ഇവിടെ താങ്കളുടെ പാർട്ടിയുടെ MLA PK ശശി എന്ന് പറഞ്ഞ MLA നിങ്ങളുടെ പാർട്ടിയിലെ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പീഡിപ്പിച്ച ആ വനിതാ നേതാവ് പരാതി കൊടുത്തപ്പോൾ താങ്കളുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. അതല്ലേ കേസെടുത്തോ, നടപടിയെടുത്തോ? ഇതല്ല നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം. അതല്ല പാർട്ടിയുടെ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും ഈ നീതി നിങ്ങളുടെ പാർട്ടിക്കകത്ത് കിട്ടിയില്ലോ. പിന്നെ ശരി, ഇപ്പൊ ഡ്രൈവർമാരെല്ലാം ന്യായപരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതും അവരെല്ലാം കൃത്യമായി മദ്യപിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ഓടിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ വാഹനത്തിൽ മേയർ വാഹനം തടഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, ഇവരെ നോക്കി അശ്ലീലമായ ആംഗ്യം കാണിച്ചു. ഇപ്പൊ ഈ ഡ്രൈവർക്കെതിരായി ഇപ്പൊ പറഞ്ഞല്ലോ ആ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ഡ്രൈവർ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിയമലംഘനം നടത്തി ഈ വാഹനത്തെ ചേസ് ചെയ്ത് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ നിർത്തി? ഇതെല്ലാം ഒരു ക്രെഡിബിലിറ്റി വേണം. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ, മേയർ ആകുമ്പോൾ ചില ക്രെഡിബിലിറ്റി വേണം. നമ്മൾ പറയുന്നത് അത്തരം ആളുകൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ആളുകൾ വിശ്വസിക്കുന്നത്. പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമല്ലേ? വാഹനം ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വാഹനം അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോൾ അവരോട് ഇറങ്ങി കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞു. സീബ്ര ലൈനിൽ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ്. അപ്പൊ മേയർ ഉന്നയിക്കുന്ന വാദങ്ങൾ മുഴുവൻ കള്ളമാണ്. അത് തന്നെയാണ് ഇവിടെ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞതുപോലെ, ഒരു വാഹനത്തിലിരുന്ന് ഇത്രയധികം ഈ ഇരുട്ടത്ത് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഈ ലൈംഗിക ചേഷ്ട എങ്ങനെ കാണിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അതെങ്ങനെയായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നില്ല? ബസ്സിനകത്ത് വീഡിയോ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾക്കെതിരെ മാത്രം കേസെടുക്കുന്നു. നിയമലംഘനം, പച്ചയായ നിയമലംഘനം നടത്തി റോഡിൽ ഞാനത് ഷിജു ഖാനോട് പറഞ്ഞു. അതായത് സ്ത്രീയായ മേയറെ കുറിച്ച് മാത്രമല്ല, ഏത് വനിതയ്ക്കെതിരെയും അങ്ങനെ ഒരു അതിക്രമ സ്വഭാവത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപലപിക്കുക മാത്രമല്ല, ഏറ്റവും പുരോഗമന സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഷിജു ഖാൻ എന്നോട് ചോദിച്ചില്ലേ വനിതാ സുഹൃത്തുക്കളെ കുറിച്ച്, വളരെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പറയാണ്, വളരെ ഇത്തരം സംഭവങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എന്താണ് ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത്. നിയമപരമായി നടപടികൾ നേരിടുകയല്ലേ ഷിജു ഖാൻ വേണ്ടത്? അതല്ലാതെ ഒരു ഭാഗത്ത് മാത്രം കേസ്, മറുഭാഗത്ത് മേയർ പറയുന്ന നുണകളെയൊക്കെ നമ്മൾ അങ്ങനെ ന്യായീകരിച്ച് പൊലിപ്പിച്ചു കൊടുക്കുക, അതെന്താവശ്യം? ആർക്ക് വേണ്ടി? 4 നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തു. 2 സീബ്ര ലൈനിൽ വാഹനം നിർത്തി. അത് കഴിഞ്ഞ് ഈ ഡ്രൈവറോട് കയറി സംസാരിച്ചു. KSRTC ബസ് തടഞ്ഞിട്ടു. ആ KSRTCയിലെ യാത്രക്കാരെ നിയമലംഘനം നടത്തിയിട്ട് മേയർക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരമുണ്ടോ? ഇവിടെ നിയമലംഘനം നടത്താൻ അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ മേയർക്കോ MLAക്കോ പ്രത്യേക അധികാരമല്ല ഉണ്ടോ? ജനപ്രതിനിധികളായാലും സാധാരണക്കാരായാലും എല്ലാവരും നിയമത്തിന് വേണ്ടി തുല്യരല്ലേ? ആ തുല്യത പാലിക്കണ്ടേ? ഇവിടെ പോലീസ് എടുത്തിരിക്കുന്നത് പക്ഷപാതപരമായിട്ടാണ്. ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുക്കുന്നു, KSRTC ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു. ഈ നിയമലംഘനം നടത്തിയ MLAക്കെതിരെ കേസില്ല, അതോടൊപ്പം തന്നെ മേയർക്കെതിരെ കേസില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ ചില ഉദാഹരണങ്ങൾ ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞു. ഇവിടെ മുമ്പ് DGP ആയിരുന്ന ശ്രീ ഹേമചന്ദ്രന്റെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ അടുത്ത കാലത്ത് കേൾക്കാനുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഒരു ദിവസം വാഹനത്തിൽ ബേക്കറി ജംഗ്ഷനിൽ വാഹനം നിർത്തിയിട്ട് പോയി. ചില പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അവിടെ അനധികൃത പാർക്കിംഗ് നടത്തി എന്നിട്ടുള്ളത്. പിന്നീടാണ് അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന് അവർ ഓടിച്ചെന്ന് ഈ സൗത്ത് സോൺ ADGP ആയിരുന്ന ഹേമചന്ദ്രനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്താണ്? അപ്പോൾ അവർ നിങ്ങൾ എന്തെങ്കിലും പെരുമാറി മോശമായി ഒന്നുമില്ല, അവർ അപ്പോൾ തന്നെ വാഹനം എടുത്തു പോയി. ഒരു സംഘം ഉദ്യോഗസ്ഥർ അതേസമയം തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ക്ഷമ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര രൂപയാണ് ഫൈൻ ഉള്ളത്, അത് തന്നാൽ മതി, അത് ഞാൻ ഇപ്പോൾ തന്നെ അടയ്ക്കാമെന്നാണ്. അദ്ദേഹം ഫൈൻ അടച്ചു പോയി. അതിനകത്ത് ശ്രീ ഹേമേന്ദ്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനപ്രതിനിധി ആയാലും എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു മഹത്തായ സന്ദേശമാണ് അതിലൂടെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഒരു സംസ്ഥാനം. നിങ്ങൾ എത്ര ഉന്നതനായാലും നിങ്ങൾക്ക് മുകളിലാണ് നിയമം.